തുല്യതയുടെയും നീതിയുടെയും സമഭാവന ലോകത്തിലേക്ക് സ്ത്രീ സമൂഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പാകണം ലോക വനിതാ ദിനം. അത്തരത്തിൽ വനിതകളുടെ ഉന്നമനത്തിനായി 78ാം വയസ്സിലും പൊതുസേവന രംഗത്ത് സജീവമായിട്ടുള്ള ശ്രീവള്ളിയെ പരിചയപ്പെടാം. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനു വേണ്ടി സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടമ്മയുണ്ട് മണ്ണാർക്കാട് തിരുവിഴാംകുന്ന് മാളികക്കുന്നിൽ. എടുപ്പലം വീട്ടിൽ MP ശ്രീവള്ളി. തന്റെ 78ാം വയസ്സിലും പൊതുസേവന രംഗത്ത് സജീവമാണിവർ. 25ാം വയസ്സിൽ തുടങ്ങിയതാണ് പൊതുപ്രവർത്തനം. 1976 മുതലാണ് ബാലവാടിയിലൂടെ ആദ്യമായി പൊതുപ്രവർത്തന രംഗത്ത് സജീവമായത്. പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ ബാലവാടി മാളികക്കുന്നിൽ സ്ഥാപിക്കുവാൻ ശ്രീവള്ളിയുടെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞു. തുടർന്ന് നിവേദിത മഹിളാ സമാജം രൂപീകരിക്കുകയും വനിതകളുടെ എല്ലാ മേഖലകളിലുമുള്ള പ്രവർത്തനം ഏറ്റെടുക്കുകയും ചെയ്തു. പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ മഹിളാ സമാജം സെക്രട്ടറിയായി ചുമതലയേറ്റെടുത്തതോടെ തന്റെ മേഖല കൂടുതൽ സ്ത്രീകളിൽ എത്തിക്കാൻ തുടങ്ങി. മഹിളാ സമാജത്തിലൂടെ സ്ത്രീകൾക്കായുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ ബ്ലോക്ക് യൂണിയനുകളുടെയും ജില്ലാ യൂണിയനുകളുടെയും സഹകരണം നല്ല തോതിൽ ഉണ്ടായിരുന്നതായി ശ്രീവള്ളി പറഞ്ഞു. ജില്ലയിലെ 40ഓളം ബാലവാടികൾക്ക് തുടക്കം കുറിച്ചത് മാളികക്കുന്നിലുള്ള ബാലവാടി പ്രവർത്തനത്തിന് ശേഷമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. പണ്ട് പലർക്കും ഓർമ്മ ഉണ്ടായിരിക്കും, ചിലപ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായി. ഉപ്പുമാവും പാലും എന്ന് പറയും ഒറ്റ ഇതിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴത്തെ അംഗനവാടി, അന്നത്തെ ബാലവാടി, അതാണ് ഞങ്ങൾ CG മേനോൻ മെമ്മോറിയൽ ബാലവാടി പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അത് പാലക്കാട് ജില്ലയിൽ 40 ബാലവാടിയിൽ ഏറ്റവും ആദ്യത്തെ ബാലവാടി ഇവിടെ ആയിരുന്നു. ഈ സ്ഥലത്ത് മാളിക്കുന്ന്, ഈ സ്ഥലത്താണ് ഉണ്ടായത്. അവിടുന്ന് അങ്ങോട്ട് ഓരോ അത് മുഖേന ഇന്നത്തെ മാതിരിയാണ് കുടുംബശ്രീ ഒന്നുമില്ല. മഹിളാ സമാജം, നിവേദിത മഹിളാ സമാജം എന്ന ഒരു സ്ത്രീ സംഘടനയാണ് ഇതിനൊക്കെ അടിത്തറയായിട്ടുണ്ടായിരുന്നത്. അത് വളരെ നന്നായിട്ട് ഞങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റി. ഓരോരോ സംഭവങ്ങളും അങ്ങനെയാണ് വന്നു ചേരുകയാണ് ചെയ്തത്. ശരിക്കും ഇത് ചെയ്തു. ബാലവാടി തുടങ്ങി. കുട്ടികൾ 30 കുട്ടികളും 70 അമ്മമാരും ദിവസേന വന്നിട്ട് പോഷകാഹാരങ്ങൾ, അതേമാതിരി അവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ, അത് ബൈ ബ്ലോക്കാണ് അന്ന് ഇതിനൊക്കെ നേതൃത്വം വഹിച്ചിരുന്നത്. 30ഓളം കുട്ടികളും 70ഓളം അമ്മമാരുമായിരുന്നു അന്നത്തെ അംഗബലം. കുട്ടികൾക്കും അമ്മമാർക്കും ആവശ്യമായ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ നടത്താൻ ശ്രീവള്ളിയുടെ പ്രവർത്തന മേഖല കൊണ്ട് കഴിഞ്ഞു. ഗ്രാമപ്രദേശമായതുകൊണ്ട് സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി സൗജന്യ അടുക്കളയെയും കോഴികളെയും പശുക്കളെയും കൊടുത്ത് വളർത്തുക എന്നുള്ള ഒരു പദ്ധതിക്ക് രൂപം നൽകി. പദ്ധതിയിൽ ആദ്യമായി ജില്ലാസ്ഥാനത്ത് വെച്ച 30ഓളം പശുക്കളും 5 എരുമകളും കാളയും കാളവണ്ടിയും ഉൾപ്പെടുത്തി മേള സംഘടിപ്പിക്കാൻ ശ്രീവള്ളിയായിരുന്നു മുന്നിട്ടിറങ്ങിയത്. മേളയിൽ പശുക്കളുടെ പ്രദർശനത്തിൽ ജില്ലയിൽ 1ാം സ്ഥാനം ലഭിച്ചത് ശ്രീവള്ളി നയിക്കുന്ന മഹിളാ സമാജത്തിന്റെ മേഖലയ്ക്കായിരുന്നു. തുടർന്ന് പാലിന്റെ അളവ് വർദ്ധിച്ചതോടെ പാൽ കച്ചവടം നടത്താനും മഹിളാ സമാജം നേരിട്ടിറങ്ങേണ്ടി വന്നതായി ശ്രീവള്ളി പറഞ്ഞു. അതുമാതിരി പശുക്കളെ വാങ്ങി അതിന് പാലിന് മാർക്കറ്റില്ല. ഈ കണ്ട പശുക്കളൊക്കെ പാടെ ഇറക്കി നല്ല കറക്കണ പശുക്കൾ പാലക്കാട് ജില്ലയിൽ തന്നെ പ്രദർശനം നടത്തിയപ്പോൾ 1ാം സ്ഥാനം കിട്ടിയത് നിവേദിത മഹിളാ സമാജത്തിൻ്റെ പശുവിനായിരുന്നു. ആ രീതിയിലുള്ള പശുക്കളാണ് കൊടുന്നിരുന്നത്. അപ്പം ഞങ്ങൾക്ക് ആ പാലിൻ്റെ കളക്ഷനും ഏറ്റെടുത്തു. മണ്ണാർക്കാട് ഒരു പാലിൻ്റെ കച്ചവടം നടത്തുന്നൊരു ചെട്ടിയെ കണ്ടിട്ട് സംസാരിച്ചിട്ട് ഞങ്ങളുടെ പാല് മുഴുവൻ അവരെടുക്കാൻ തുടങ്ങി. അപ്പോൾ അത് ഇവിടുന്ന് കളക്ട് ചെയ്ത് ഞങ്ങൾ മണ്ണാർക്കാട്ടേക്ക് ബസ്സിൽ കൊടുത്തയക്കും. ആഴ്ചയിൽ ഈ ബെനിഫിഷ്യറീസിന് ആവശ്യമുള്ള പിണ്ണാക്ക് അങ്ങനത്തെ സാധനങ്ങൾ ഞങ്ങൾ തന്നെ വാങ്ങും, ഞങ്ങൾ തന്നെ അവർക്ക് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ വിലയും ഈ ബാങ്കിൽ അടയ്ക്കാനുള്ള പണവും പിടിച്ചിട്ട് ബാക്കി അവരുടെ കൈ കൊടുക്കും. ബസ്സുകളിൽ കയറിയിറങ്ങി പാൽ മണ്ണാർക്കാട് എത്തിക്കുന്ന ജോലിയും പതിവായി ഏറ്റെടുത്തു. ഇതിനുവേണ്ടി അന്ന് വീട്ടിൽ നിർമ്മിച്ച ഒരു ഷെഡ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്രദേശത്തെ സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മഹിളാ സമാജത്തിന്റെ നേതൃത്വത്തിൽ തീപ്പെട്ടി കമ്പനി തുടങ്ങുകയും 20ഓളം കുടുംബങ്ങൾക്ക് അതിൽ ജോലി നൽകുകയും ചെയ്തു. പൊതുപ്രവർത്തനത്തോടൊപ്പം തന്നെ ലൈഫ് ഇൻഷുറൻസ് മേഖലയിൽ 37 കൊല്ലവും പ്രവർത്തനം നടത്തി. വീട്ടുകാരുടെയും മക്കളുടെയും ഭർത്താവിന്റെയും പൂർണ്ണ പിന്തുണ ഈ കാലയളവിലൊക്കെ ശ്രീവള്ളിക്ക് ലഭിച്ചു. തൊഴിൽ, കുടുംബം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീ സമൂഹം നേടിയ മുന്നേറ്റത്തിന്റെ ഓർമ്മദിനം കൂടിയായ വനിതാ ദിനത്തിൽ വരും തലമുറയ്ക്ക് ശ്രീവള്ളി നൽകുന്ന സന്ദേശം ഇതാണ്: എല്ലാവരും സ്വന്തമായി തന്റെയിടത്തോടെ വളരാനുള്ള കഴിവ് നേടിയെടുക്കണം. സ്വയം രക്ഷയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ സ്വന്തമായി തന്നെ സ്വായത്തമാക്കണം. മാനസികമായി നന്നായി പൊരുത്തപ്പെട്ട് സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്തു ജീവിക്കണം. UTV ന്യൂസ്, പാലക്കാട്.